നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MS Accessലെ ക്വറീസ് ആണ്. A query is a request for data results and for action on data. ഡാറ്റാബേസ് ടേബിളിൽ കിടക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യാനുസരണം ഡാറ്റ റിട്രീവ് എടുക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്വറി ഉപയോഗിക്കുന്നത്. യു ക്യാൻ യൂസ് എ ക്വറി ടു ആൻസർ എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വറി എന്തിനു ഉപയോഗിക്കും? ഒരു ചെറിയ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് ക്വറിയാണ് ഉപയോഗിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ഡാറ്റാബേസ് ടേബിളിൽ കിടക്കുന്ന ഒരു പർട്ടിക്കുലർ നെയിമിലുള്ള ആളുടെ ഇൻഫർമേഷൻ വേണം, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഇത്ര രൂപ സാലറി മേടിക്കുന്ന ആളുടെ കൂടുതൽ ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ടേബിളിൽ കിടക്കുന്ന എല്ലാ ആരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം വേണം. അങ്ങനെ ഫുൾ ഡാറ്റയിൽ നിന്നും പാർഷ്യലായിട്ട് ഇൻഫർമേഷൻ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം? ക്വറി ഉപയോഗിക്കാം. ഓർ ടു പെർഫോം കാൽക്കുലേഷൻസ്, ഒരു കാൽക്കുലേഷൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓർ ടു കമ്പൈൻ ഡാറ്റ ഫ്രം ഡിഫറെന്റ് ടേബിൾസ്, ഒന്നോ ഒന്നിൽ കൂടുതലോ ടേബിളിലുള്ള ഇൻഫർമേഷൻസ് കമ്പൈൻ ചെയ്ത് പുതിയൊരു റിസൾട്ട് ഉണ്ടാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്വറി ഉപയോഗിക്കാം. ഓർ ഈവൻ ടു ആഡ്, ചേഞ്ച് ഓർ ഡിലീറ്റ് ടേബിൾ ഡാറ്റ, ടേബിളിലോട്ട് പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്വറീസ് ഉപയോഗിക്കാം. As tables grow in size, they can have hundreds of thousands of records. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇൻഫർമേഷൻ ഉണ്ടാവും, റെക്കോർഡ്സ് ഉണ്ടാവും, which makes it impossible for the user to pick out specific records from a table. അങ്ങനെ വരുമ്പോൾ വലിയ ഡാറ്റാ സെറ്റിൽ നിന്നും നമുക്ക് ആവശ്യാനുസരണം ചെറിയ ചെറിയ സെറ്റ് ഓഫ് റെക്കോർഡ്സ് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി, നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? ക്വറി ഉപയോഗിക്കാം. With a query, you can apply a filter to the table's data so that you only get the information that you want. നമ്മൾ ഫിൽട്ടർ ചെയ്ത് ആവശ്യാനുസരണം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഫിൽട്ടർ ചെയ്ത് ഇൻഫർമേഷൻ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഉപയോഗിച്ച്? ക്വറി ഉപയോഗിച്ച്. വിത്ത് എ ക്വറി യു ക്യാൻ അപ്ലൈ എ ഫിൽറ്റർ ടു ദ ടേബിൾസ് ഡാറ്റ. ടേബിൾ ഡാറ്റയ്ക്ക് നമ്മൾ ഫിൽറ്ററിങ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. Queries that use to retrieve data from a table or make calculations are called selected queries. ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്നതിനോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന ക്വറിയെ നമ്മൾ എന്തെന്ന് പറയും? സെലക്ട് ക്വറീസ് എന്ന് പറയും. ഇതാണ് സാധാരണ കേസിൽ കോമൺ യൂസിന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ക്വറി എന്ന് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഏത് ക്വറിയാണ് ഉദ്ദേശിക്കുന്നത്? സെലക്ട് ക്വറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി queries that add, change or delete data are called action queries. അന്നേരം നമ്മൾ സെലക്ട് ക്വറി ഉണ്ട്, ഇൻഫർമേഷൻ ഫെച്ച് ചെയ്തെടുക്കാനും കാൽക്കുലേഷൻ റിസൾട്ട് കാണാനും ഉപയോഗിക്കുന്ന ക്വറിയെ സെലക്ട് ക്വറീസ് എന്ന് പറയും. അല്ലാതെ ഡാറ്റ ചേഞ്ച് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ക്വറീസിനെ നമ്മൾ എന്തെന്ന് പറയും? ആക്ഷൻ ക്വറീസ് എന്ന് പറയും. യു ക്യാൻ യൂസ് എ ക്വറി ടു സപ്ലൈ ഡാറ്റ ഫോർ എ ഫോം ഓർ എ റിസൾട്ട്. നമ്മൾ ക്വറിയിൽ ഇടുന്ന റിസൾട്ട് ഡാറ്റ ഒരു ഫോമിനോ ഒരു റിപ്പോർട്ടിനോ വേണമെങ്കിൽ കൊടുക്കാം. ഫോംസ് എന്തിനാണ്? ഡാറ്റ എൻട്രി ഇൻഫർമേഷൻസ് നടത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി ഫോംസ് ഉപയോഗിക്കും. റിപ്പോർട്ട്സ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു ഡാറ്റയിൽ നിന്നും നമുക്ക് ഇഷ്ടാനുസരണം വ്യൂ ചെയ്യാൻ വേണ്ടി പ്രിന്റഡ് ഫോമിലൊക്കെ ഇൻഫർമേഷൻസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? റിപ്പോർട്ട്. അതിന് രണ്ടിനും ഇൻപുട്ട് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്വറി യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് create a query. Select the query tab. Query tab ഉപയോഗിക്കണം. Query tab എവിടെ കൊണ്ട്? ക്വറീസിനകത്ത് നിന്ന് നമ്മൾ ക്രിയേറ്റ് ടാബിനകത്ത് നിന്നുകൊണ്ട് ക്രിയേറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇൻ ദ ടൂൾ ബാർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ, then click the query design button under the other group. കണ്ടില്ലേ? ഈ ഭാഗത്താണ് അതർ ക്വറി ഡിസൈൻ ആണ്. അന്നേരം നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ടാബിൽ നിന്നും അതേഴ്സിനായിട്ടുള്ള ക്വറി ഡിസൈൻ ക്ലിക്ക് ചെയ്യും. ക്വറി ഡിസൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടേബിളിന്റെ ഡിസൈനിന്റെ ടേബിൾ ലിസ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഹൈലൈറ്റ് ദ ടേബിൾസ് യു വിഷ് ടു യൂസ് ദ ക്വറി. നമ്മൾ ഏത് ടൂൾ ആണോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആസ് പെർ അവർ എക്സാമ്പിൾ നമ്മൾ ഡാറ്റാബേസ് ടേബിൾ ലിസ്റ്റ് ചെയ്യുന്ന ഒന്ന് പറഞ്ഞേ ഇവിടെ ഉള്ളൂ, എംപ്ലോയീസ് ടേബിൾ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് സെലക്ട് ദ എംപ്ലോയി ടേബിൾ and then click the add button. You are done the selecting the table and close button. And then അത് സെലക്ട് ചെയ്താൽ നമുക്ക്
ആഡ് ചെയ്യണം. അതാണ് അടുത്ത സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. എംപ്ലോയീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസ് ഉള്ള ടേബിൾ ഷോ ടേബിളിനകത്ത് എംപ്ലോയീസ് കാണിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് പ്രസ് ചെയ്യണം? ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ അതെന്ത് ചെയ്യും? ആ ടേബിള് എന്താണ് എംപ്ലോയീസ് ടേബിള് നമ്മുടെ പർപ്പസിന് വേണ്ടി ഇപ്പം കൊറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് എംപ്ലോയി ടേബിളിലുള്ള ഇഷ്ടമുള്ള ഫീൽഡ്സുകൾ സെലക്ട് ചെയ്യണം. ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് ടു ആഡ് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം ആൻഡ് അഡ്രസ് ഫീൽഡ്. ഓക്കെ, അതായത് നമുക്ക് ആദ്യം ടേബിൾ സെലക്ട് ചെയ്യണം. ടേബിളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ടേബിൾ സെലക്ട് ചെയ്തു. ടേബിൾ സെലക്ട് ചെയ്ത് അടുത്ത എന്താണ്? നമുക്ക് ഫീൽഡ് സെലക്ട് ചെയ്യണം. ഫീൽഡ് സെലക്ട് ചെയ്യുമ്പോൾ ഫീൽഡ് ലിസ്റ്റ് കിട്ടും. ടേബിളിനകത്ത് നിന്നുള്ള ഫീൽഡ്സ്, എംപ്ലോയീസിനകത്തുള്ള ടേബിൾസിനകത്തുള്ള ഫീൽഡുകളാണ് എംപ്ലോയി ഐ ഡി, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ്. ഇതാണ് എംപ്ലോയീസ് ടേബിൾ. എംപ്ലോയീസ് ടേബിളിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് താഴെ ഫീൽഡ് സെലക്ഷൻ ലിസ്റ്റ് ഉണ്ട്. ഈ ഫീൽഡ് സെലക്ഷൻ ലിസ്റ്റ് ആദ്യം നമ്മൾ ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്തു, ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്ത്, അഡ്രസ് സെലക്ട് ചെയ്തു. കണ്ടില്ലേ? എന്നാൽ നമ്മൾ ആദ്യം ടേബിൾ സെലക്ട് ചെയ്തു, ടേബിളിൽ നിന്നുള്ള ഫീൽഡ്സുകളായ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം ആൻഡ് അഡ്രസ് സെലക്ട് ചെയ്തു. ഓക്കെ, the save as window should appear. Enter the name. ഇത് കഴിഞ്ഞ് നമ്മൾ എവിടാണോ അവിടുന്ന് സേവ് ആസ് വിൻഡോ വരുമ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഈ ക്ലോസ് ബട്ടൺ ഉണ്ടല്ലോ, ആ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സേവ് ആസ് വിൻഡോ വരും. സേവ് ആസ് വിൻഡോ നമുക്ക് കൊറിക്ക് പേര് കൊടുക്കാൻ പറ്റും. ഈ കൊറിക്ക് എക്സാമ്പിൾ ആയിട്ട് കൊറി 1 എന്നാണ് കൊടുത്തേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ടേബിൾ ലിസ്റ്റിന്റെ അവിടെ നമുക്ക് എന്തുകൂടെ കാണാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ എംപ്ലോയീസിന്റെ ടേബിള് കൂടാതെ ഇവിടെ എന്തുകൂടെ കാണിക്കാൻ പറ്റും? കൊറീസ് 1 എന്നുള്ള ആ പേരോട് കാണുന്നത്. ഇവിടെ നിലവിൽ ഒരു ടേബിൾ ഉണ്ട്, ഒരു കൊറിയും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊറി ഉണ്ടാക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൗ ടു ക്രിയേറ്റ് ദ കൊറി എന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും കാണിക്കാം. ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് ടേബിൾ ഡിസൈൻ എടുക്കുക. ടേബിൾ ഡിസൈനിൽ നിന്നും ആ കാര്യം ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഓപ്പണിംഗ് എ കൊറി. ഒരു കൊറി നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? ഓപ്പൺ എ കൊറി ഇൻ ഡിസൈൻ വ്യൂ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ കൊറിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിസൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അതിന് കൊറി 1 ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഡിസൈൻ വ്യൂ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിസൈൻ വ്യൂ സെലക്ട് ചെയ്താൽ കൊറിയെ നമുക്ക് എന്താണ് ഒരു ഡിസൈൻ വ്യൂവിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കും. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രൂപത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പുതിയ ഫീൽഡ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ഒക്കെ കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഉണ്ടാക്കാൻ പഠിച്ചു, അത് ഡിസൈൻ വ്യൂവിൽ ഓപ്പൺ ചെയ്ത് കാണാൻ പഠിച്ചു. ഇനി വ്യൂ SQL ഫോർ എ കൊറി. എന്നാൽ നമുക്ക് ഈ കൊറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നോൺ പ്രൊസീജിയർ ലാംഗ്വേജ് ആയ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് ഇന്റേണലി. അത് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ വ്യൂ എടുക്കുക. Next, design tab on the toolbar at the top of the screen. Then click the view button. In the result group, select SQL view. അതിനു വേണ്ടി രണ്ടോട് നോക്കി അറിയാം. ഡിസൈൻ വ്യൂ എടുക്കുക. അതിനകത്ത് എന്ത് എടുക്കണം? സെലക്ട് SQL വ്യൂ എടുക്കുക. കണ്ടില്ലേ? SQL വ്യൂ സെലക്ട് ചെയ്താൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള SQL സ്റ്റേറ്റ്മെന്റ് കിട്ടും. നമ്മൾ SQL ഇൻ ഡീറ്റെയിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇത് മനസ്സിലായി. ഇവിടെ കണ്ട് സെലക്ട് എംപ്ലോയീസ് ഡോട്ട് ഫസ്റ്റ് നെയിം, എംപ്ലോയീസിനകത്ത് ഫസ്റ്റ് നെയിം, എംപ്ലോയീസ് ആകത്ത് ഡേസ് നെയിം, ഫ്രം എന്താണ് പറഞ്ഞത്? എംപ്ലോയി. എംപ്ലോയിക്കകത്തുള്ള ഈ SQL കമാൻഡ് മീൻ ചെയ്യുന്നതാണ്. എംപ്ലോയി ടേബിളിലെ ഫസ്റ്റ് നെയിമും എംപ്ലോയി ടേബിൾ ലാസ്റ്റ് നെയിമും കാണിക്കുക. ഏത് ടേബിളിൽ നിന്നാണ്? എംപ്ലോയീസ് ടേബിളിൽ നിന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അടുത്ത ആഡ് ടേബിൾസ് ടു എ കൊറി. നമുക്ക് ഫർദർ ആയിട്ട് ഇനിയും നമുക്ക് പുതിയതായിട്ട് ഒരു ടേബിളോട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് എടുക്കുക? ഡിസൈൻ വ്യൂ എടുക്കുക, ടേബിൾ എടുക്കുക. നമ്മൾ എന്ത് എടുക്കുക? കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ സ്റ്റെപ്പ് മേളിൽ ഒരിക്കലും വായിച്ചു തരാം, നമുക്ക് മനസ്സിലാക്കാം. To do this, open the query in design view, select the design tab in the toolbar at the top of the screen, then click on the show table button in the query setup group. Query setup group ilulla show table click ചെയ്യുക. When the show table window appears, highlight the tables you want to add and click the add button. ഈ രീതിയിൽ നമുക്ക് ടേബിൾസ് കാണിക്കും. നമുക്ക് ആ ടേബിൾ എടുത്ത് കൊടുക്കണം, ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം എന്തുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ആ ടേബിൾസ് കൂടെ അതിനകത്ത് വരും. നമുക്ക് ആ ടേബിളിലെ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം.
ഇനി അടുത്ത റൺ എ ക്വറി. റൺ എ ക്വറി എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൺ എ ക്വറി ഡയറക്ട്ലി ഫ്രം ദ നാവിഗേഷൻ ഫ്രെയിം ഓർ ഫ്രം ദ ഡിസൈൻ വ്യൂ. രണ്ടും എങ്ങനെ ചെയ്യുന്നത്? റൺ എ ക്വറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിട്രീവ് ദ വ്യൂ ദ റിസൾട്ട്. നമുക്ക് ഇതിപ്പോ നമ്മൾ ചെയ്ത ക്വറിയുടെ ഉത്തരം കാണാൻ പറ്റും. അതാണ് സെലക്ട് ക്വറി എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ആദ്യം നാവിഗേഷൻ പാനൽ ഉണ്ടാക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഗ്രൂപ്പ്, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ക്വറി ഇൻ ദ ലെഫ്റ്റ് ആൻഡ് ഓപ്പൺ. ഇത്രേ ഉള്ളൂ. നമ്മൾ ക്വറി എടുക്കുക, ഓപ്പൺ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ ക്വറിയുടെ റിസൾട്ട് ഡാറ്റ ഷീറ്റ് വ്യൂവിൽ കിട്ടും. അടുത്ത എന്താണ്? To run a query from the design view. Open the query in the design view. Right click on the query on the left window. Select the design view from the pop-up menu. നമ്മൾ എടുക്കുന്നു, design view എടുക്കുന്നു. Select the design tab in the toolbar at the top of the then click the run button on the result group. കണ്ടില്ലേ? റിസൾട്ട് ഗ്രൂപ്പ് ഡിസൈൻ എടുത്തിട്ട് എന്താണ്? റൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ക്വറിയുടെ റിസൾട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഒന്നി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിസൈൻ എടുത്തിട്ട് ഓപ്പൺ പറയുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ഡിസൈൻ വ്യൂ എടുത്തിട്ട് ഡിസൈൻ വിൻഡോ എടുത്തിട്ട് എന്താണ്? റൺ പറയും. ഓക്കെ. ഇനി അപ്ലൈ കണ്ടീഷൻസ് ടു എന്താണ് നമ്മുടെ ക്വറി. അതിനകത്ത് ആദ്യം ലൈക്ക് കണ്ടീഷൻ കൊടുക്കുക. ലൈക്ക് കണ്ടീഷൻ അലോസ് യൂസ് വൈൽഡ് ക്യാരക്ടേഴ്സ് ഇൻ the where clause of the SQL statement in access. SQL-ലൂടെ കണ്ടീഷൻ കൊടുക്കുന്നിടത്താണ് where ഉപയോഗിക്കുന്നത്. അവിടെ ലൈക്ക് എങ്ങനെ ഉപയോഗിക്കും? അവിടെ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം, ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. അതിനകത്ത് അതിന്റെ കൂടെ വരുന്ന ലൈക്ക്, ഇന്ന് ഇങ്ങനെ പറയുന്നത്. ആദ്യം ലൈക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കാം. ഓക്കെ. ലൈക്ക് എവിടെ വേറിന്റെ കൂടാണ്. വേർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഫിൽറ്റർ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് വേർ യൂസ് ചെയ്യുന്നത്. വേർ ക്ലോസിന്റെ അവിടെ ലൈക്ക് ഉപയോഗിക്കുന്നത്. ഇനി വൈൽഡ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വൈൽഡ് സ്റ്റാർ ആണ് കൊടുക്കുന്നതെങ്കിൽ അലോസ് യു ടു മാച്ച് any string of any length including 0. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, സ്റ്റാർ ഉപയോഗിക്കുന്നത്. മോർ ദാൻ വൺ ക്യാരക്ടർ. സിംഗിൾ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നത്. സിംഗിൾ ന്യൂമറിക് ഡിജിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാഷ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റാർ റെപ്രസെന്റ്സ് എ ഫുൾ സ്ട്രിംഗ് അല്ലെ എനി നമ്പർ ഓഫ് എനി ലെങ്ത് സ്ട്രിംഗ് ആണ്. സിംഗിൾ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കും. ഹാഷ് ഉപയോഗിക്കുന്നതാണ് ന്യൂമറിക് ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ നോക്കുക. ലൈക്ക് എം സ്റ്റാർ എന്ന് കൊടുത്താൽ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സും കിട്ടും. ആൾ വാല്യൂസ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് സം. സ്റ്റാർ എം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ആൾ വാല്യൂസ് ദാറ്റ് കണ്ടെയ്ൻസ് സം എന്ന് പറഞ്ഞാൽ എമ്മിന് മുമ്പ് എന്തു ആവാം, എമ്മിന് ശേഷവും എന്തു ആവാം. സ്റ്റാർ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തക്ഷരം തുടങ്ങാം, പക്ഷെ അവസാനിക്കുന്ന എന്തിലായിരിക്കണം? എമ്മിലായിരിക്കണം. അല്ലേ? ഓക്കെ. അതിന് ലൈക്ക് എം സ്റ്റാർ ഉണ്ട്, ലൈക്ക് സ്റ്റാർ എം സ്റ്റാർ ഉണ്ട്, ലൈക്ക് സ്റ്റാർ എം ഉണ്ട്. ഓക്കെ. ഇനി എം ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ വാല്യൂസ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എം ആൻഡ് ആർ 2 characters in length. മനസ്സിലായി? 2 അക്ഷരേ പറ്റുള്ളൂ. കാരണം എം കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരേ പറ്റുള്ളൂ. അത് ഏത് അക്ഷരം വേണമെങ്കിൽ ഉണ്ടാവും. ഇനി എം ഹാഷ് എന്ന് കൊടുത്താൽ എന്താണ്? മാക്സിമം 2 അക്ഷരം ആവാം, പക്ഷെ ആദ്യത്തെ അക്ഷരം എം ആയിരിക്കും, രണ്ടാമത്തെ അക്ഷരം ഏതെങ്കിലും ഒരു ന്യൂമറിക് ഡിജിറ്റ്, ഇപ്പൊ M1 എന്നോ M2 എന്നോ M5 എന്നോ ഒക്കെ ആവാം. ഓക്കെ. എങ്ങനെയാണ് അത് ക്വറിയിൽ കൊടുക്കുന്ന നോക്കാം. കണ്ടില്ലേ? ഇവിടെ ക്രൈറ്റീരിയ എന്നുള്ള സ്ഥലമുണ്ട്. ആ ക്രൈറ്റീരിയ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ കണ്ടീഷൻ പറയുന്നത്. ക്രൈറ്റീരിയ എന്നുള്ളത് ലൈക്ക് എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നെയിം എംപ്ലോയി ടേബിളിലെ ലാസ്റ്റ് നെയിമിൽ എമ്മിൽ തുടങ്ങുന്നി എന്ന് ബാക്കി ലാസ്റ്റ് നെയിം എന്തുള്ളതും കാണിക്കാൻ പറ്റും. അതാണ് ലൈക്ക് എം സ്റ്റാർ. ഓക്കെ. കമ്പൈനിങ് ലൈക്ക് കണ്ടീഷൻസ് വിത്ത് നോട്ട് ഓപ്പറേറ്റർ. അതായത് നോട്ട് എന്തിനാണ്? ടു നെഗേറ്റ് എ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എം സ്റ്റാർ നോട്ട് ലൈക്ക് എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ എമ്മിൽ തുടങ്ങുന്ന പേരുള്ള ആരെയും വേണ്ട. ആൾ വാല്യൂസ് ദാറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എം എന്ന് പറഞ്ഞാൽ എം എന്നുള്ള പേരിൽ തുടങ്ങുന്ന ആരും വേണ്ട. എന്ത് കണ്ടീഷൻ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോട്ട് ഉപയോഗിക്കുന്നത്. അത്ര സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ നോട്ട് എന്തിൻ്റെ കൂടെ ഉപയോഗിച്ചാലും നേരത്തെ പറഞ്ഞ നേരെ വിപരീതമായ അർത്ഥം കിട്ടും. നോട്ട് ലൈക്ക് അറിയും. ഇവിടെ ഇവിടെ നോക്കി ക്രൈറ്റീരിയ നോക്ക്. നോട്ട് ലൈക്ക് എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലൈക്ക് എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ എമ്മിൽ തുടങ്ങുന്ന എല്ലാം കിട്ടും, വാല്യൂ കിട്ടും എന്നുള്ളത്. നോട്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എമ്മിൽ തുടങ്ങി എല്ലാം ഒഴിച്ച് ബാക്കിയല്ല. ഓക്കെ. നമുക്ക് ലൈക്ക് പറഞ്ഞു. ഇവിടെ ക്രൈറ്റീരിയയുടെ അവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പം ലാസ്റ്റ് നെയിമിന് പകരം സാലറി ആയിരിക്കുക. എംപ്ലോയിയുടെ സാലറി ആയിരുന്നു. അപ്പൊ സാലറി 2000 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ക്രൈറ്റീരിയ ഗ്രേറ്റർ ദാൻ 2000 എന്ന് പറഞ്ഞാൽ എംപ്ലോയിയിനകത്തുള്ള സാലറി എത്ര കൂടുതലുള്ളതായിരിക്കണം? 2000 കൂടുതലുള്ളേ വരുള്ളൂ. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് 2000 കൂടുതൽ അങ്ങനെ വേണേൽ പറയാം. ഇവിടെ പിന്നെ സോർട്ട് എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ?
സോർട്ട് എന്ന ഓപ്ഷൻ എടുത്ത് ടിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് ഈ കേസിലാണെങ്കിൽ ലാസ്റ്റ് നെയിമിന്റെ ഓർഡറിൽ സോർട്ട് ചെയ്ത് വരും. ലാസ്റ്റ് നെയിം ഉണ്ട്, തൊട്ടപ്പുറത്ത് സാലറി ഉണ്ടെന്ന് വെച്ചോ, അന്നേരം നമ്മൾ ലാസ്റ്റ് നെയിമിൽ അവിടെ നോട്ട് ലൈക്ക് എം സ്റ്റാർ എന്നും കൊടുത്തു, അന്നേരം എം സ്റ്റാർ തുടങ്ങുന്ന ലാസ്റ്റ് നെയിം ഒഴിച്ച് ബാക്കിയെല്ലാം കാണിക്കുക. അപ്പുറത്ത് സോർട്ടിന്റെ അവിടെ സാലറി ഉണ്ടായിരുന്ന അവിടെ കൊണ്ട് ടിക്ക് ചെയ്താൽ അത് കാണിക്കുമ്പോൾ ഏതിന്റെ ഓർഡറിൽ കാണിക്കും, ഈ എന്താണ് സാലറിയുടെ ഓർഡറിൽ സോർട്ട് ചെയ്ത് കാണിക്കും. അന്നേരം ഡാറ്റാബേസിന്റെ ആക്സസിനകത്തുള്ള നമ്മൾ എന്താണ് ക്വറീസ് ആണ് ഇന്ന് നോക്കിയേ. അന്നേരം ക്വറി ഒരിക്കലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല, ഉള്ള ഡാറ്റയിൽ നിന്നും ടേബിളിലാണ് ഡാറ്റ കിടക്കുന്നത്, ക്വറി അവിടെ നിന്ന് എടുത്ത് ഫെച്ച് ചെയ്തെടുക്കുന്നതിനെ എടുത്ത് കാണിക്കുന്ന ക്വറീസിനെ സെലക്ട് ക്വറീസും, അല്ലാതുള്ള ആഡ്, പിന്നെ അഡീഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആക്ഷൻ ക്വറീസ് എന്നും പറയും. ഇന്ന് നമ്മൾ സെലക്ട് ക്വറി ആണ് നോക്കിയേ. ഓക്കെ, നമുക്ക് വരും ക്ലാസ്സുകളിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.